പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം. കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ഡിവോഴ്സ് കേസിന്റെ കാര്യം അറിഞ്ഞതിനെ തുടർന്ന് പിങ്കി വളരെയധികം സന്തോഷിച്ചിരിക്കുകയാണ്. ഇതേ തുടർന്ന് പിങ്കി ഉടൻ തന്നെ ഗൗതമിനെ കാണുന്നതിനായി ചെല്ലുകയും ഇനി എങ്ങനെയാണ് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്ന് ചോദിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. പക്ഷേ കാര്യങ്ങൾ ഇങ്ങനെ മുന്നോട്ട് പോകാൻ സമ്മതിക്കുകയില്ല എന്ന് വീട്ടിലുള്ള എല്ലാവരും പറയുകയും ഡിവോഴ്സ് എന്ന തീരുമാനത്തിൽ നിന്ന് പിന്മാറണം എന്ന് പറയുകയും ചെയ്യുന്നു. പക്ഷേ ഇതേ തുടർന്നാണ് നന്ദ മുന്നിലേക്ക് വരുന്നത്. ഇങ്ങനെ ജീവിക്കാൻ താനും ഇഷ്ടപ്പെടുന്നില്ല എന്ന് വ്യക്തമാക്കുന്ന നന്ദ ഡിവോഴ്സ് തന്നെയാണ് ഏക പോംവഴി എന്ന് പറയുകയും ചെയ്യുന്നു. ഇരുകൂട്ടർക്കും സന്തോഷത്തോടെ ജീവിക്കാൻ ഡിവോഴ്സാണ് വേണ്ടത് എങ്കിൽ അത് നടത്തുക തന്നെ വേണമെന്നും ഗൗതമിന്റെ ജീവിതത്തിൽ ഒരു ശല്യമായി അവശേഷിക്കാൻ താൻ ഇഷ്ടപ്പെടുന്നില്ല എന്ന് പറയുകയും ചെയ്തിരിക്കുകയാണ്. നന്ദയുടെ ഈ തീരുമാനം കേട്ടതിനെ തുടർന്ന് പിങ്കിയും വളരെയധികം സന്തോഷിക്കുന്നു. പക്ഷേ ഇതേ തുടർന്നാണ് പിങ്കിയുടെ പ്രതീക്ഷകൾ തകർത്തുകൊണ്ട് നന്ദയോട് ക്ഷമിക്കുന്നതിനായി ഗൗതം തയ്യാറാകുന്നത്. ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.